നഗരത്തിലെ എലിയും ഗ്രാമത്തിലെ എലിയും. ഡും ഡും ഡും. ഗ്രാമത്തിലെ എലി ആവേശത്തോടെ വാതിലിനടുത്തേക്ക് ഓടി. പട്ടണത്തിൽ നിന്നും വരുന്ന തന്റെ കസിനെ പ്രതീക്ഷിച്ചായിരുന്നു ഗ്രാമത്തിലെ എലി. കസിനെ കണ്ടതും എലി ആലിംഗനം ചെയ്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ മേശക്കരികിൽ ഇരുത്തി. നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നമുക്ക് അത്താഴം കഴിക്കാം. ഇത് കേട്ടപ്പോൾ നഗരത്തിലെ എലി പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, ഇത്രയും നല്ല ഊഷ്മളമായ സ്വീകരണം നൽകിയതിന്. അത്താഴം കഴിക്കാനായി ഇരിക്കുമ്പോൾ നഗരത്തിലെ എലി മേശ മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. മേശ നന്നായി ഒരുക്കിയിരിക്കുന്നു, എന്നാൽ മേശപ്പുറത്ത് വളരെ കുറച്ച് ഉണങ്ങിയ പഴങ്ങളും ബദാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതം നിങ്ങളുടേതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന്. നിങ്ങൾ ഉറപ്പായും എന്റെ നഗരത്തിൽ വരണം. എങ്ങനെയാണ് സമൃദ്ധമായ വിരുന്ന് നൽകുക എന്നത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയേയില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം ഗ്രാമത്തിലെ എലി തന്റെ കസിനെ കാണുവാൻ നഗരത്തിലേക്ക് ചെന്നു. അങ്ങനെ നഗരത്തിലെ എലി ഭക്ഷണശേഖരം ഗ്രാമത്തിലെ എലിയെ കാണിച്ചു. അതിൽ മുന്തിരി, ചീസ്, നട്ട്സ്, റൊട്ടി എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഗ്രാമത്തിലെ എലി അത്ഭുതപ്പെട്ടു. നഗരത്തിലെ എലി പറഞ്ഞു, ഇനി നമുക്ക് അത്താഴം കഴിക്കാം. അവർ ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ തുടങ്ങുമ്പോൾ ഒരു പൂച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെയിരിക്കെ 2 എലികളും പൂച്ചയ്ക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതുവരെ കാത്തിരുന്നു. ഇതൊന്നും കണ്ട് നീ വിഷമിക്കേണ്ട, ഇത് നഗര ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം അവർ ഭക്ഷണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു നായ അവർക്കു നേരെ ചാടി വീണു. അവർ 2 പേരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയൊളിച്ചു. സുഹൃത്തെ, നിങ്ങളുടെ ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി. നിങ്ങളുടെ തീന്മേശ വിഭവസമൃദ്ധമായിരുന്നു. പക്ഷേ നമുക്കൊരിക്കലും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്നും എന്തു മനസ്സിലായി? നമ്മുടെ കൈവശം ഉള്ളത് എന്താണോ അതിൽ സംതൃപ്തരായി ജീവിക്കുക, അതിൽ സന്തോഷിക്കുക. City Mouse and Country Mouse. One day, the country mouse was expecting his cousin from the city to come and visit. Knock knock. The country mouse ran towards the door excitedly. "Hello, dear cousin," he said, and gave his cousin a big hug and made him sit down at a late table. "I'm so glad to see you. Come on, let's have dinner, and you tell me how life is treating you." "My dearest cousin, thank you for your warm welcome," the city mouse said. He took a quick look at the table, which had only a few dry berries and walnuts on it. "Come, visit me, and I will give you such a wonderful treat that you will never want to come back to the country again." After a few days, the country mouse visited his cousin in the city. His cousin met him near a big store. The store had fruits, bread, cheese, and many other things. The country mouse was astonished. "Let's have a real dinner now, dear cousin," the city mouse said, and was just about to tuck in when a cat attacked the dinner table. The 2 mice had to wait for the cat to take what she wanted and leave. "Oh, this was close. Things like this shouldn't bother you too much. It's a part of city life," said the town mouse apologetically. They tried again. This time, they couldn't even touch their food because a dog ran towards them, and the 2 cousins had to run for their lives again. The country mouse said, "Dear cousin, thank you for your hospitality. There was plenty of food, but we can never sit and dine properly. I would rather go back to the country where I can enjoy my dinner in peace." Moral: be happy with what you have.
കുഞ്ഞിക്കോഴി. കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കുഞ്ഞിക്കോഴിക്ക് വളരെ ഇഷ്ടമായിരുന്നു. നടക്കുന്നതിനിടയിൽ വലിയ മരങ്ങൾ കാണുന്നതും പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുന്നതും കിളികളുടെ പാട്ട് കേൾക്കുന്നതും അവൾ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഒരു ദിവസം നടക്കുമ്പോൾ ഒരു മാങ്ങ അവളുടെ തലയിൽ വീണു. അപ്പോൾ അവൾ പറഞ്ഞു, ദൈവമേ, ആകാശം താഴേക്ക് പതിക്കുന്നു. ഞാനിത് സിംഹത്തോട് പറയും. അങ്ങനെ കുഞ്ഞിക്കോഴി സിംഹത്തെ കാണാനായി പുറപ്പെട്ടു. അങ്ങനെ ഓടുന്നതിനിടയിൽ ഒരു കോഴിയെ കണ്ടു. കോഴി ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? ആകാശം ഇടിഞ്ഞു വീഴുന്നു. ഞാൻ ആ കാര്യം സിംഹത്തെ അറിയിക്കാൻ പോവുകയാണ്. അപ്പോൾ കോഴി ചോദിച്ചു, ആകാശമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? അപ്പോൾ കുഞ്ഞിക്കോഴി പറഞ്ഞു, അത് എന്റെ തലയിലാണ് പതിച്ചത്. അങ്ങനെയെങ്കിൽ ഞാനും വരട്ടെ നിന്റെ കൂടെ? കോഴി ചോദിച്ചു. കുഞ്ഞിക്കോഴി സമ്മതിച്ചു. രണ്ടുപേരും ഓടാൻ തുടങ്ങി. പോകും വഴിയെ ഒരു താറാവിനെ കണ്ടു. താറാവ് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണ്? ആകാശം താഴേക്ക് പതിച്ചു. ഞങ്ങൾ ഈ കാര്യം സിംഹത്തെ അറിയിക്കാൻ പോവുകയാണ്. ആകാശം താഴേക്ക് വീഴുന്നു എന്നത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? താറാവ് ചോദിച്ചു. അത് കുഞ്ഞിക്കോഴിയുടെ തലയിലാണ് വീണത്, കോഴി പറഞ്ഞു. അങ്ങനെ താറാവ് ചോദിച്ചു, ഞാനും നിങ്ങളോടൊപ്പം കൂടട്ടെ? രണ്ടുപേരും സമ്മതിച്ചു. പോകുന്ന വഴിയെ അവർ ഒരു കുറുക്കനെ കണ്ടു. കുറുക്കൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണ്? ആകാശം താഴേക്ക് വീഴുന്നു. ഈ കാര്യം സിംഹത്തെ അറിയിക്കാൻ പോവുകയാണ് എന്ന് താറാവ് പറഞ്ഞു. സിംഹം എവിടെയാണ് താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കുറുക്കൻ ചോദിച്ചു. അവർക്ക് 3 പേർക്കും അറിയില്ലായിരുന്നു. കുറുക്കൻ പറഞ്ഞു, എന്നോടൊപ്പം വരൂ, ഞാൻ വഴി കാണിച്ചു തരാം. അവൻ അവരെ കാട്ടിലൂടെ സിംഹത്തിന്റെ ഗുഹയിലേക്ക് കൊണ്ടുപോയി. വേഗം വരൂ, കുറുക്കൻ പറഞ്ഞു. അവർ എല്ലാവരും അകത്തു കയറി. പിന്നീട് അവർ പുറത്തേക്ക് വന്നില്ല. കുറുക്കൻ അവരെ ഓരോരുത്തരെയായി കൊന്നു തിന്നു. കൂട്ടുകാരെ, ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? ഒരിക്കലും അപരിചിതരെ വിശ്വസിക്കരുത്. Chicken Little. Chicken Little loved wandering in the woods. She liked seeing the tall trees and she loved smelling the flowers. She also loved listening to the birds singing. One day, when the Chicken Little was walking, suddenly a mango fell from the tree and hit her head. Oh my God! The sky is falling. I must go and tell this to the lion. She ran towards the lion. On the way, she met a hen. Where are you going? Asked the hen. Oh, Henny Penny, the sky is falling. I am going to tell this to the lion. How do you know that the sky is falling? I felt it hit on my head. Oh, then I will also join you, said the hen. While the two were running, they met a duck. Where are you going? Asked Ducky Lucky. Oh, the sky is falling and we are going to tell this to the lion. How do you know that the sky is falling? Oh, it hit my head, said the little chick. Oh, can I join you guys? Yes, of course. All 3 of them started running and suddenly they met a fox. Where are you going? Asked the fox. Oh, the sky is falling and we are going to tell this to the lion. Do you know where does the lion live? Asked the fox. No, we don't. The fox said, I know. Come with me and I will show you the way. All 3 of them started walking with the fox until
they reached his den. The fox said, "Come on in." All three of them went inside, but never came out again. The fox killed them one by one and ate them. The moral of the story is, you should never trust a stranger. ശാപങ്ങളല്ല, അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു കുടുംബത്തിൽ റാം, രാധ, അവരുടെ ഏകപുത്രനായ അർജുനും താമസിച്ചിരുന്നു. റാം ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം വളരെ കഠിനാധ്വാനം ചെയ്താണ് കുടുംബത്തെ നോക്കിയിരുന്നത്. അർജുൻ ഒരു വികൃതിയായ കുട്ടിയായിരുന്നു. അവൻ എല്ലായ്പ്പോഴും പുതിയ ഓരോ കാര്യങ്ങൾ വേണം എന്ന് ശാഠ്യം പിടിക്കുമായിരുന്നു. ഒരു ദിവസം തനിക്ക് പ്രിയപ്പെട്ട സ്പോർട്സ് ഷൂ ഒരു പെയർ വേണമെന്ന് പറഞ്ഞു. ജോലി കഴിഞ്ഞ് റാം ചെരുപ്പ് കടയിൽ ഷൂവിന്റെ വിലയെക്കുറിച്ച് അന്വേഷിച്ചു. സ്പോർട്സ് ഷൂ വളരെ വിലയുള്ളതായിരുന്നു. അതിനാൽ റാം മറ്റൊരു ഷൂ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. റാം ഷൂ അവന് നൽകി. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടമായി. അവൻ ആവശ്യമുള്ള ഷൂ അച്ഛൻ വാങ്ങാത്തതിനാൽ അവൻ കരഞ്ഞു വീട്ടിൽ നിന്നും ഇറങ്ങി. അവൻ തെരുവിലൂടെ നടന്നു. അടുത്തുള്ള ബസ് സ്റ്റേഷനിലെത്തി. സങ്കടത്തോടെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി അതിലൂടെ കടന്നുപോയി. അവന് 2 കാലുകളും ഇല്ലായിരുന്നു. അത് കണ്ടപ്പോൾ അർജുനന് സങ്കടം വന്നു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരാൻ തുടങ്ങി. അവൻ ദൈവത്തിന് നന്ദി പറഞ്ഞു, തനിക്ക് കാലുകൾ നൽകിയതിന്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ശാപങ്ങളെയല്ല, അനുഗ്രഹങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. Count the blessings, not the curses. In a family lived Ram, Radha, and their only son Arjun. Ram used to work in a factory. He used to work very hard and earned enough to support his family with the basic needs. Arjun was a naughty boy. He always used to keep asking for new things. One day, he asked his father to get him a new pair of his favorite sports shoes. After work, Ram went to a shop and inquired for the shoes Arjun had asked for. But those shoes were very expensive. So Ram bought another pair of shoes and returned home. When Ram gave the new shoes to Arjun, Arjun was very disappointed that his father did not bring him the shoes that he wanted. He cried a lot and left the house in anger. He started walking on the streets, and after some time he sat near a bus stop and wondered when he would get the expensive pair of shoes that he wanted. Just then, another boy passed by on his crutches. When Arjun saw that boy, he was shocked to see that the boy had no legs. Tears started falling from Arjun's eyes. He thanked God for giving him legs and a family who was so caring. Moral: count the blessings, not the curses.